Hello, welcome back to our channel Commerce Easy Notes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ടു. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഡിബഞ്ചർ എക്സ്പെൻസസ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് പർച്ചേസ് ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. അപ്പോൾ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം, പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതാണ് ഡിബഞ്ചർ എക്സ്പെൻസസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ് ആണ് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. കമ്പനി സ്വന്തം ഡിബഞ്ചേഴ്സ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ജേണൽ എൻട്രീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി എന്താണ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്? കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഡിബഞ്ചർ ലയബിലിറ്റി സെയിം ആയിട്ട് തന്നെയാണ് ഇരിക്കുക. കാരണം നമ്മൾ ഒരിക്കലും ക്യാൻസൽ ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിബഞ്ചർ ലയബിലിറ്റി ഒരിക്കലും റെഡ്യൂസ് ചെയ്യില്ല. പക്ഷേ ഫ്യൂച്ചറിൽ കമ്പനിക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത ഡിബഞ്ചേഴ്സിനെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ എഗെയിൻ റീഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ആ ഡിബഞ്ചേഴ്സിനെ ഓൺ ഡിബഞ്ചേഴ്സ് എന്നാണ് സാധാരണ പറയാറ്. ദെൻ നമ്മളെപ്പോഴും പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ആക്ച്വൽ എമൗണ്ട് എത്രയാണോ പേ ചെയ്തത് ആ എമൗണ്ട് ആണ് അതിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ദെൻ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. then എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനി ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട എൻട്രി ആണ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എത്രയാണോ പർച്ചേസ് പ്രൈസ് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്യാണ്, ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ഫേസ് വാല്യൂ എത്രയാണോ അതാണ് എഴുതേണ്ടത്. ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് പ്രൈസ് എത്രയാണോ എമൗണ്ട് പേ ചെയ്ത് അത്. ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അതിൽ കാണിക്കാം. ദെൻ നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും നമുക്കറിയാം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് സാധാരണ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ എൻട്രി യൂഷ്വൽ എൻട്രി തന്നെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി കമ്പനി ക്യാൻസൽ ചെയ്യാതെ റീഇഷ്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എമൗണ്ട് റിസീവ് ചെയ്തത്, അതായത് നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് റിസീവ് ചെയ്ത എമൗണ്ട് ആണ് അവിടെ എഴുതേണ്ടത്. ദെൻ ലോസ് ഓൺ റീഇഷ്യൂ, നമുക്ക് റീഇഷ്യൂ നടത്തിയപ്പോൾ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ലോസ് എഴുതാം. ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, എത്രയാണോ കോസ്റ്റ്, നമ്മൾ എത്ര എമൗണ്ട് പേ ചെയ്തിട്ടാണോ പർച്ചേസ് ചെയ്തത് ആ എമൗണ്ട് എഴുതുക. ടു പ്രോഫിറ്റ്, ഇനി പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ പ്രോഫിറ്റ് ചെയ്താൽ, ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏതെങ്കിലും ഒന്നാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി പർച്ചേസ്ഡ് ₹30,006 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് ₹95 ഈച്ച് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 30,000 ഡിബഞ്ചേഴ്സ് കമ്പനി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഡിബഞ്ചറിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 100 റുപ്പിയാണ്. പക്ഷെ കമ്പനി അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 95 റുപ്പീസിനാണ്. ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കമ്പനി അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ 6 months ദ കമ്പനി ക്യാൻസൽഡ് ദോസ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ കമ്പനി ആ ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി നമുക്കറിയാം, ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന എൻട്രി ആണ് ആദ്യം എഴുതേണ്ടത്. നമ്മുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്ന എൻട്രി, ദാറ്റ് ഈസ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം 30,000 റുപ്പീസിനുള്ള ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ്
30,000 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 300 ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 95. 300 ഇൻറ്റു 95 28,500. ടു ബാങ്ക് അക്കൗണ്ട് 28,500. നറേഷൻ പർച്ചേസ് ചെയ്യുന്ന എൻട്രിയാണ്. ദെൻ നെക്സ്റ്റ് എൻട്രി നമുക്കറിയാം ക്യാൻസൽ ചെയ്യുന്ന എൻട്രി. 2 എൻട്രിയാണ് നമുക്ക് അതിൽ ആവശ്യമുള്ളൂ. ഒന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ദെൻ ക്യാൻസൽ ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് ആഫ്റ്റർ 6 months. അപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന എൻട്രി 6% ഡിബഞ്ചർ അക്കൗണ്ട്. ഇതിൽ നമ്മൾ ഫേസ് വാല്യൂ ആണ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 30,000 ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ എൻട്രിയിൽ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 28,500. ദെൻ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമുക്കറിയാം 30,000ൻ്റെ ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്തത് 28,500-നാണ്. അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് റൈസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് 1,500 റുപ്പീസ്. അപ്പോൾ ക്യാൻസലേഷൻ്റെ എൻട്രി ഇതാണ്. ഇനി എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ ആ എൻട്രിയാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 1,500 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 1,500 ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എപ്പോഴുണ്ടെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ എൻട്രി ചെയ്താൽ മറക്കരുത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ 3 ജേണൽ എൻട്രീസ് വരുന്നത്. ദെൻ നമുക്ക് നോക്കാം എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. കമ്പനി തന്നെ കമ്പനിയുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനി ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും അവിടെ റൈസ് ചെയ്യുന്നില്ല. അപ്പോൾ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ് കമ്പനി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് വിൽ ബി റീറ്റെയിൻഡ് വിത്ത് കമ്പനി ആൻഡ് ക്രെഡിറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഓൺ ഡിബഞ്ചേഴ്സിന് കമ്പനിയുടെ സ്വന്തം ഡിബഞ്ചേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണോ അത് ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ ഔട്ട്സൈഡേഴ്സിന് അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് എത്രയാണോ നടത്തുന്നത് ആ എമൗണ്ട് ചെയ്താൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അതായത് നമ്മളിപ്പോൾ 1000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തതിൽ ഒരു 100 ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്തെങ്കിൽ ആ 100 ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എഴുതുക, ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൽ ബാക്കിയുള്ള എമൗണ്ട് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഫോളോ ചെയ്യേണ്ട ജേണൽ എൻട്രി. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഓൺ 1st April 2019 എക്സ് ലിമിറ്റഡ് ഹാഡ് 10,000 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ 10,000 ഡിബഞ്ചേഴ്സ് ആണ് ഉള്ളത്, 12% ഡിബഞ്ചേഴ്സ് ആണ്. അതായത് 12% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ്. ദെൻ 100 റുപ്പി വെച്ചിട്ടാണ്. 1,000 on debentures at ₹96 each were purchased by the company in the open market on 30th September 2019. കമ്പനി 1000 ഡിബഞ്ചേഴ്സ് 96 റുപ്പീസിന് കമ്പനി പർച്ചേസ് ചെയ്തു 30th September 2019. Then debenture interest is payable half yearly on 30th September and 31st March. അപ്പോൾ ഹാഫ് ഇയർലി ആയിട്ടാണ് കമ്പനി ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതായത് 30th സെപ്റ്റംബറിനും 31st മാർച്ചിനും. ദി കമ്പനി ക്യാൻസൽഡ് ഓൾ ദ പർച്ചേസ് ഡിബഞ്ചേഴ്സ് ഓൺ 31st March 2020. അപ്പോൾ പർച്ചേസ് ചെയ്ത ഡിബഞ്ചേഴ്സ് കമ്പനി ക്യാൻസൽ ചെയ്തു. ദർ വാസ് എ ബാലൻസ് ഓഫ് ₹250,000 in the DRR അക്കൗണ്ട്. DRR അക്കൗണ്ടിൽ 250,000 ഉണ്ട്. അക്കൗണ്ട്സ് 31st മാർച്ചിന് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ബൈ ഇഗ്നോറിങ് ടാക്സ്. ദെൻ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം സെപ്റ്റംബറിനും അതുപോലെ മാർച്ചിലും ആണ് കമ്പനി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പം നമുക്ക് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് സെപ്റ്റംബർ 30 ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൻ്റെ എൻട്രി ആണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൻ്റെ എൻട്രി എന്ന് പറയുമ്പോൾ 10,000 ഡിബഞ്ചേഴ്സ് ആണ് ആകെ ഉള്ളത്. 10,000 ഇൻറ്റു 100 1 lakh 12% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6/12 നമുക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 60,000 ആണ് ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യുന്ന എൻട്രി ആണ് എഴുതേണ്ടത്. ഡേറ്റ് വൈസ് ആണ് നമ്മൾ ഇതിൽ എൻട്രി ചെയ്താൽ. നെക്സ്റ്റ് എൻട്രി വരുന്നത് പർച്ചേസ് ചെയ്യുന്ന എൻട്രി. പർച്ചേസ് ചെയ്യുന്ന എൻട്രി ആ ഡേറ്റിൽ തന്നെയാണ്, സെപ്റ്റംബർ 30 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ എൻട്രിയും അതുപോലെ പർച്ചേസ് ചെയ്യുന്ന എൻട്രിയും ആ സെയിം ഡേറ്റിൽ തന്നെ കൊടുക്കുന്നത്. 1000 ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി പർച്ചേസ് ചെയ്തിട്ടുള്ളത്.
96 റുപ്പീസിന്. അപ്പം 1000 ഇൻറ്റു 96, 96,000 ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് എൻട്രി നമുക്ക് നോക്കാം. ക്യാൻസലേഷൻ്റെ എൻട്രി ആണ്. അതായത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 60,000. നമുക്കറിയാം ആക്ച്വൽ ഇൻട്രസ്റ്റ് എത്രയാണോ ആ എമൗണ്ട് ആണ് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ എൻട്രിയിൽ എഴുതി 60,000 ടു ബാങ്ക് അക്കൗണ്ട്. ഇതിൽ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് ആണോ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് അതാണ്. നമുക്കറിയാം 10,000 ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്തത്. അതിൽ 1000 ഡിബഞ്ചേഴ്സ് കമ്പനി ഇപ്പോൾ പർച്ചേസ് ചെയ്തു ഓൾറെഡി. ബാക്കിയുള്ളത് 9,000 ഡിബഞ്ചേഴ്സ് ആണ്. അപ്പം 9,000 ഇൻറ്റു 100, 9 lakh. ഇൻട്രസ്റ്റ് 12% ആണ്. 6/12, 54,000 റുപ്പീസ് ആണ് കമ്പനി ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് 6,000 റുപ്പീസ് കമ്പനി റീറ്റെയിൻ ചെയ്യുന്ന എമൗണ്ട് ആണ്. അതായത് സ്വന്തം ഡിബഞ്ചേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 6,000 റുപ്പീസ്. അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ ക്യാഷ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. നമുക്ക് നറേഷൻ എഴുതാം. നെക്സ്റ്റ് എൻട്രി വരുന്നത് 12% ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു 1000 ഇൻറ്റു 100, അതായത് 1 lakh റുപ്പീസ് നമുക്ക് കിട്ടും. ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 9,60,000 ടു പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന എൻട്രി ചെയ്താം. ക്യാൻസൽ ചെയ്യുന്ന എൻട്രി എന്ന് പറയുമ്പോൾ ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 100 ഇൻറ്റു 96 റുപ്പീസിനാണ് കമ്പനി പർച്ചേസ് ചെയ്തിട്ടുള്ളത്, 96,000. അപ്പോൾ നമുക്കറിയാം 1 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് 96,000-നാണ്. അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് അറൈസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 4,000. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് എൻട്രി വരുന്നത് നമുക്കറിയാം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 4,000 പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആണ്. ഇനി നമുക്കറിയാം പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. കമ്പനി നെക്സ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കണ ഡേറ്റ് ആണ് March 31. അപ്പോൾ കമ്പനി അത് പേയ്മെൻറ്റ് നടത്തുന്നത്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കമ്പനി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്. ദാറ്റ് ഈസ് 60,000 സെപ്റ്റംബറിലും 60,000 മാർച്ചിലും. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,20,000 എമൗണ്ട് കിട്ടും ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട്. 1,20,000 കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് ഒരു ഇയറിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ അതാണ് ആ എൻട്രി. നെക്സ്റ്റ് എൻട്രി ചെയ്തേണ്ടത് അതിൽ 6,000 റുപ്പീസ് എന്ന് പറയുന്നത് കമ്പനി റീറ്റെയിൻ ചെയ്യുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ആ ഒരു 6,000 റുപ്പീസ് ഇൻട്രസ്റ്റ് നമ്മൾ അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 6,000 ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6,000 ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. എല്ലാവരും പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.